സിനിമ കോൺക്ലേവ് ഈ മാസം അവസാനമോ മെയ് ആദ്യവാരമോ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കോൺക്ലേവിന് ശേഷം സിനിമാ നയരൂപീകരണത്തിന്റെ കരട് സർക്കാരിന് സമർപ്പിക്കും. സിനിമാ മേഖലയിലെ പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇതിൽ പരാതികളുണ്ട്. ഈ പരാതികളിൽ നടപടി സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ആ കാര്യങ്ങൾ അതേത് തരത്തിലേക്കാണ് ഇനിയിപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്താണ് കോടതിയെ അറിയിച്ചത്? ഇന്നിപ്പോൾ വിവിധ വിഷയങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. അതിൽ ഒന്നാമത്തേത് ഈ സിനിമ കോൺക്ലേവ് ആണ്. അത് ഈ മാസം അവസാനമോ മെയ് ആദ്യമോ നടത്തും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം സിനിമാ നയ രൂപീകരണം സർക്കാരിന് സമർപ്പിക്കും. നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കി അവധിക്കാലത്തിന് ശേഷം കോടതിയിൽ നൽകാം എന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പരാതിക്കാർ ചിലരെ ഭീഷണിപ്പെടുത്തുന്നതായി ഒരു അഭിഭാഷക, അത് സന്ധ്യയാണ് എന്നൊരു അഭിഭാഷക കോടതിയെ അറിയിച്ചിരുന്നു. അത് നോഡൽ ഓഫീസറെ അറിയിക്കുകയും ചെയ്തു എന്ന് അവർ പറയുന്നു. ഭീഷണി നേരിടുന്നവർക്ക് ഫോൺ വഴിയും നോഡൽ ഓഫീസറെ ബന്ധപ്പെടാമെന്ന് കോടതി അറിയിച്ചു. അതായത് ഈ കേസിൽ ചില പരാതിക്കാർ ആരോപണ വിധേയരായ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നു എന്നതാണ് ആക്ഷേപമായി ഉയർന്നത്. അതിന്മേലും നടപടി ഉണ്ടാകും. അത് നോഡൽ ഓഫീസറെ ബന്ധപ്പെടാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. പരാതിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നുകൂടി കോടതി ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി നൽകിയതിൻ്റെ പേരിൽ ഭീഷണിക്കാരും ഇരയാകരുത് എന്നും കോടതി പറയുന്നു. പരാതികളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നോഡൽ ഓഫീസറോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയം സർക്കാരിന്റെ ഭാഗത്തൊന്നും ചെയ്യേണ്ടത് സർക്കാർ ചെയ്യാനും ഒരേ സമയം ഒപ്പം പരാതിക്കാരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നീക്കങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ പരാതി നൽകിയവരുടെ സുരക്ഷ പ്രധാനമാണ്. ഭീഷണി എന്നുള്ളത് അത് വകവയ്ക്കാൻ സാധിക്കില്ല എന്ന് കോടതി പറയുന്നു. ഒപ്പം തന്നെ അതിൽ നോഡൽ ഓഫീസറെ നിയമിക്കുക, ഈ പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ എന്നുള്ളത് കൂടി കോടതി പറയുകയാണ്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യം സർക്കാർ അറിയിക്കുന്നു. അത് അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ മാസം അവസാനമോ കോൺക്ലേവ് ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം.